السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وآل كل وصحابة أجمعين أما بعد. എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അവൻ്റെ ഖൈറാത്തുകളും ബറക്കാത്തുകളും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു വലിയ അഭിവൃദ്ധികൾ നൽകട്ടെ. ഇരു ലോകത്തും അല്ലാഹു വിജയിപ്പിക്കട്ടെ. നമ്മൾ അറിയുന്ന, മനസ്സിലാക്കുന്ന, പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും അതുവഴി ഇരുലോക വിജയങ്ങൾക്കും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ അനുഗ്രഹങ്ങൾ വരാനുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ദാരിദ്ര്യം തുടച്ചു നീക്കാനുള്ള ഒരു സംഗതിയാണ്. ദാരിദ്ര്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ കടങ്ങളെ പറ്റി പറയുമ്പോൾ, കഴിഞ്ഞ ദിവസം നമ്മൾ കടത്തെപ്പറ്റി സംസാരിച്ചു അല്ലേ? കടം വിടാനുള്ള ഒരു ദുആ പറയുകയുണ്ടായി. അപ്പോൾ ഈ രൂപത്തിൽ ഒരുപാട് ആളുകൾ വലിയ സമ്പത്തുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, വലിയ ഗൈന സമ്പാദ്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കടങ്ങൾ വിടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ദരിദ്രർ ആവാതിരിക്കാൻ, ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ ഒരിക്കലും നമ്മൾ ആവരുത്. ആ രൂപത്തിൽ പല ആളുകളും നമ്മളെല്ലാവരും ദുആ ചെയ്യുന്നതാണ് അല്ലേ? അല്ലാഹുവേ, എന്നെ നീ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുന്നൊരവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ലേ, ഞങ്ങളുടെ കടങ്ങൾ പെട്ടെന്ന് വീട്ടുന്നേ, ഹലാലായ വലിയ സമ്പത്ത് നൽകണേ. ചില ആളുകൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, സമ്പത്ത് ഉണ്ടാവുക എന്നുള്ളത് എന്തോ ഒരു മോശം കാര്യം പോലെയാണ് പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. നോക്ക് നിങ്ങൾ, സ്വഹാബത്തൊക്കെ വലിയ പണക്കാരായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിലും വലിയ പണക്കാരനായിരുന്നു. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഹബീബായ തങ്ങൾക്കതൊന്നും ആവശ്യമില്ലായിരുന്നു. പക്ഷെ അവിടുന്ന് വെറും ദരിദ്രനാണ് എന്ന് പറയാൻ പറ്റും? ഒരിക്കലുമില്ല. അവിടത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് സമ്പത്ത് കൊടുത്തിരുന്നു. അവിടത്തേക്ക് വേണമെങ്കിൽ ഉഹുദ് മല വരെ സ്വർണ്ണമാവാം എന്ന് പറഞ്ഞു വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കതൊന്നും ആവശ്യമില്ലാത്തത് കൊണ്ടാണ്, വേണ്ടാത്തത് കൊണ്ടാണ്. വേണമെങ്കിൽ എത്രയോ അവിടുന്ന് ഉണ്ടാകുമായിരുന്നു. അവിടുത്തെ കൺമുമ്പിൽ തന്നെ ഒരുപാട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും സമ്പത്ത് എന്നുള്ളത് ഒരു മോശം കാര്യമല്ല. സമ്പാദ്യം, ഗിന, ഒരാൾ വലിയ ഐശ്വര്യവാനാവുക എന്നുള്ളത്, ഒരാൾ വലിയ സമ്പത്തിനുടമയാവുക എന്നുള്ളത് ഒരിക്കലും ഒരു മോശം കാര്യമല്ല. നല്ല കാര്യമാണ്. കാരണം അതുണ്ടെങ്കിലല്ലേ ഇന്ന് പാവങ്ങളെ സഹായിക്കാൻ പറ്റുള്ളൂ, പള്ളികൾ നിർമ്മിക്കാൻ കഴിയുള്ളൂ. നോക്ക് നിങ്ങൾ, മതസ്ഥാപനങ്ങൾ, കുട്ടികൾക്ക് അറിവ് പഠിക്കുന്ന മതസ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ഏതു മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അവർക്ക് വീടുണ്ടാക്കി കൊടുക്കുക, അവർക്ക് അന്നം വാങ്ങിക്കൊടുക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള മറ്റ് സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയണമെങ്കിൽ, ആർക്കും ചെയ്യാൻ കഴിയണമെങ്കിൽ എന്ത് വേണം? സമ്പാദ്യം വേണം, ക്യാഷ് വേണം. അപ്പോൾ ക്യാഷ് ഉണ്ടാക്കുന്നതും ഒരു മോശം കാര്യമല്ല. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ചിലരെങ്കിലും അതിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ഇതൊരു മോശം കാര്യമാണ്. ആർക്കെങ്കിലും ഒരു സമ്പാദ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ ഇന്ന ആളെ അറബിയെ കൊള്ളടിച്ചിട്ടാണ്, അല്ലെങ്കിൽ അറബി നാട്ടിൽ നിന്ന്, ഗൾഫിൽ നിന്ന് കള്ളക്കടത്ത് നടത്തിയതാണ്. ഈ രൂപത്തിലാണ് പലരുടെയും കമൻറ്റുകൾ. ഒരാളും നന്നാവണത് കണ്ടുകൂടാ അല്ലേ? ഒരിക്കലും നമ്മുടെ മനസ്സ് അങ്ങനെ ആവരുത്. ഒരാൾക്കൊരു നന്മയുണ്ടാകുന്നത് കണ്ടാൽ, ഒരാൾക്ക് വലിയൊരു ഹയറുണ്ടാവുന്നത് കണ്ടാൽ, ഒരാൾ നല്ലൊരു വീട് വെക്കുന്നത് കണ്ടാൽ, നല്ലൊരു വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. അവനിക്ക് അള്ളാഹു കൊടുത്തല്ലോ, അള്ളാഹു അതിൽ ബറക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു അവന് നല്ലൊരു വാഹനം കൊടുത്തല്ലോ, അള്ളാഹു അതിൽ ബറക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു അവന് നല്ലൊരു വീട് കൊടുത്തല്ലോ, അള്ളാഹു അതിൽ ബറക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യാനുള്ളൊരു മനസ്സ്, ആ മനസ്സാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാകുമ്പോഴേ നമ്മിലേക്കും അത്തരം കാര്യങ്ങൾ വരികയുള്ളൂ എന്നുള്ളതാണ്. അതല്ലാതെ പഠിച്ചവൻ എന്ത് പണിയാണ് കാണിച്ചത്, അല്ലെങ്കിൽ അവൻ്റെ വീട് അവനിക്ക് കിട്ടിയതിൽ നമുക്കൊരു വിഷമം, അതുണ്ടാവാൻ പാടില്ല. അത് അള്ളാഹു ആണ് അവന് കൊടുത്തത്. നോക്ക് നിങ്ങൾ, ഒരു വീടാണെങ്കിലും, അല്ലെങ്കിൽ ഒരു കാറാണെങ്കിലും, വാഹനമാണെങ്കിലും, മറ്റെന്ത് കഴിവുകളാണെങ്കിലും മറ്റൊരാൾക്ക് കൊടുക്കുന്നത് ആരാണ്? അള്ളാഹു ആണ്. നിനക്കത് തരാതിരുന്നത് ആരാണ്? അത് അള്ളാഹു ആണ്.
പക്ഷെ അവനില്ലാത്ത വേറെ ഒരുപാട് അനുഗ്രഹങ്ങൾ നിനക്കുണ്ട് എന്ന് നീ മനസ്സിലാക്കണില്ല അപ്പോൾ, അല്ലേ? അവൻ്റെ അനുഗ്രഹങ്ങൾ നോക്കിയിട്ട് അതിൽ വിഷമിച്ചിരിക്കുന്നതിന് പകരം നിൻ്റെ അനുഗ്രഹങ്ങൾ, നിനക്ക് റബ്ബ് തന്ന അനുഗ്രഹങ്ങൾ നോക്കിയിട്ട് നിനക്കതിൽ ഹംദ് ചെയ്തൂടെ മനുഷ്യ, നിനക്കതിൽ ഹംദ് ചെയ്തൂടെ? അങ്ങനെ ഹംദ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നോക്ക് നിങ്ങൾ, അവരുടെ അനുഗ്രഹങ്ങൾ ഓർത്ത് ദുഃഖിക്കാനുള്ള സമയം ഇവിടെ ഉണ്ടാവോ? നമുക്കുണ്ടാവോ? ഒരിക്കലുമില്ല. നമുക്കതിനുള്ള സമയം കിട്ടില്ല. കാരണം അത്രത്തോളം അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഓരോ ആളുകൾക്കും അല്ലാഹു വ്യത്യസ്തമായുള്ള അനുഗ്രഹങ്ങളാണ് കൊടുക്കുക. അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ അനുഗ്രഹം നോക്കി നിന്നിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് സങ്കടപ്പെട്ടിട്ട് എന്ത് കാര്യം? അതാ ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്കുള്ള അനുഗ്രഹങ്ങൾ അവനിക്കുണ്ടാവില്ല, അവനുള്ള അനുഗ്രഹങ്ങൾ എനിക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് നോക്കാതെ അത് കാണുമ്പോൾ അൽഹംദുലില്ലാഹ് പറയുക എന്നതിനേക്കാൾ ഉപരി നമ്മുടെ നന്മകളിലേക്കും നാം ചെയ്യുന്ന കാര്യങ്ങളിലേക്കും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഖൈറുകളിലേക്കും നോക്കി അതിനെപ്പോഴും ഒരു ഗ്രാറ്റിറ്റ്യൂഡുള്ളവനായി, ഒരു നന്ദിയുള്ളവനായി മാറുക. അങ്ങനെ വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും വീണ്ടും നമുക്ക് വർദ്ധിപ്പിച്ച് ഒരുപാട് കാര്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. അവിടെയാണ് നമ്മുടെ ഫോക്കസ് വേണ്ടത്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വ്യക്തമായി പഠിപ്പിച്ച ഹദീസുകൾ ആണ്. സൂറത്തുൽ വാഖിഅ, ആ സൂറത്തുൽ വാഖിഅ ഒരു മനുഷ്യൻ സ്ഥിരമായിട്ട് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ അവന് ഫഖർ ഉണ്ടാവില്ല, ദാരിദ്ര്യം അവനെ തൊടില്ല എന്നു മാത്രമല്ല, അവന് വലിയ ഐശ്വര്യം വലിച്ചു കൊണ്ടുവരും. അവന് വലിയ ഐശ്വര്യമുണ്ടാകും, അവൻ്റെ ബിസിനസ്സിൽ വലിയ ഖൈറുണ്ടാകും, ബറക്കത്തുണ്ടാകും, അഭിവൃദ്ധി ഉണ്ടാകും, അവൻ്റെ സമ്പത്തിൽ വലിയ അഭിവൃദ്ധി ഉണ്ടാകും. അതുപോലെ തന്നെ അവന് ഒരിക്കലും ഫഖർ ഉണ്ടാവില്ല, ദാരിദ്ര്യം ഉണ്ടാവില്ല, ദാരിദ്ര്യത്തെ അവൻ പേടിക്കേണ്ടതില്ല. ഇത് പറഞ്ഞത് ആരാണ്? മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് ഈ വിഷയത്തെ ഒരു ചില്ലറ കാര്യമായിട്ട് നമ്മൾ കാണരുത്. ഹബീബായ തങ്ങളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്നവരാണ് നമ്മളെങ്കിൽ അവിടുന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നാം ഓരോരുത്തരും തയ്യാറാവണം. അതിനു വേണ്ടിയിട്ട് നാം പ്രയത്നിക്കണം. പ്രിയമുള്ളവരെ, സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യാൻ നമുക്ക് എത്ര സമയം വേണം? നമുക്ക് ഏത് സമയം വേണം? ഒരു 5 മിനിറ്റ് മതി അല്ലേ? 100 സ്വലാത്തു ചൊല്ലാൻ നമുക്കൊരു 5 മിനിറ്റ് മതി അല്ലേ? വിത്ർ നിസ്കരിക്കാൻ നമുക്കൊരു 5 മിനിറ്റ് മതി അല്ലേ? തഹജ്ജുദ് നിസ്കരിക്കാൻ നമുക്കൊരു 5 മിനിറ്റ് മതി. 5 മിനിറ്റും വേണ്ട. ഇതേപോലെ ദുഹാ നിസ്കരിക്കാനും ഓരോ സൽക്കർമ്മങ്ങൾ ചെയ്യാനും ഓരോ സുന്നത്തുകളിൽ നമ്മൾക്ക് ജീവിക്കാനും വളരെ ചുരുങ്ങിയ സമയം മാത്രം നമ്മുടെ ഓരോ ദിവസത്തെ 24 മണിക്കൂറുകളിൽ നിന്ന് മതി എന്നിരിക്കെ എന്തുകൊണ്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ്, ആരോട് ദേഷ്യം തീർക്കാനാണ്, അല്ലെങ്കിൽ എനിക്ക് ചോദിക്കാൻ അറിയില്ല എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നത്? അള്ളാഹു നമുക്ക് അതൊക്കെ ചെയ്യാനുള്ള നല്ല ഒരു മനസ്സ്, നല്ലൊരു മാനസികാവസ്ഥ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. എല്ലാം ഇസ്ലാമിലുണ്ട്. ഇസ്ലാമിലില്ലാത്ത സൊല്യൂഷൻ ഇല്ല. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഇസ്ലാമിലുണ്ട്. എല്ലാറ്റിനുള്ള സൊല്യൂഷൻ ഇസ്ലാമിലുണ്ട്. നമ്മളത് മനസ്സിലാക്കണം എന്ന് മാത്രം. ഒരു പക്ഷേ നമ്മൾ മനസ്സിലാക്കുമ്പോൾ കുറച്ച് വൈകും. പക്ഷെ വൈകിയാലും നമ്മൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ വാഖിഅ ഓരോ ദിവസവും ഓതാൻ വേണ്ടി മറക്കരുത്. മറക്കാതെ നിങ്ങളെല്ലാവരും ഓതണം എന്ന് വസിയ്യത്ത് ചെയ്തുകൊണ്ട് ഞാനും ഓതണം ഇൻഷാ അല്ലാഹ്. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.